വീട്ടിൽ കടലയുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കൂ ഈ ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്സ്. ഇതൊരു ഈവനിങ് സ്നാക്സ് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കടലയും മുട്ടയും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 2 കപ്പ് കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഇതുപോലെ കുതിർത്തി വെക്കണേ. എന്നിട്ട് അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. മുഴുവനായിട്ടും കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണ് മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് പിന്നെ വെള്ളമൊഴിച്ച് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 7 വിസിൽ വരെ തന്നെ വരണം. നമ്മളിത് കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിലും കടലക്ക് അത്യാവശ്യം തന്നെ നല്ല വേവുണ്ടാവും. അതവിടെ വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. നമുക്കൊരു ചെറിയൊരു മസാലക്കൂട്ട് ഇതിലേക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള സവോളയും 2 പച്ചമുളകും 3-4 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്താണ്. പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്താലും മതി. സവോള പറ്റ കുഞ്ഞായിട്ട് അരിയണമെന്നില്ല. ഞാനിതാ ഇതിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. അത്യാവശ്യം ഒരു കട്ടിയിൽ തന്നെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ. അങ്ങനെ നമ്മൾ 7 വിസിൽ വന്നതിന് ശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ തന്നെ വെന്ത് കിട്ടണം. ഇനി നമുക്കിതിൻ്റെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവോളയും അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളൊക്കെ ഈ ഒരു കടലക്ക് മുത്തപ്പൻ കടല എന്നാട്ടോ പറയാം. നിങ്ങളൊക്കെ എന്താ പറയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ. പല സ്ഥലത്തും പല പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ചില സ്ഥലത്തൊക്കെ കറുത്ത കടല എന്നും അല്ലെങ്കിൽ വെറും കടല എന്ന് മാത്രം ഒക്കെ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ മുത്തപ്പൻ കടല എന്നാണ് പറയാറ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ ഉള്ളിയിലേക്ക് വാടി കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാടി കൊഴിഞ്ഞു പോകുന്നു വേണ്ട, അത്യാവശ്യം ഒന്ന് വാടി കിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയാവുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മെയിനായിട്ടുള്ള 2 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തത്. 2 കോഴിമുട്ട ഇതുപോലെ കൊത്തി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നല്ല ഡ്രൈ ആയി പോകുന്നതിന് മുന്നേ തന്നെ നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല കൂടെ ചേർത്ത് കൊടുക്കാം. കടല ചേർത്തതിന് ശേഷം ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മുടെ കടല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് എന്താ പേര് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഏകദേശം നമ്മൾ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടാക്കുന്ന ആ മോഡൽ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു കടലയിൽ എന്ന് വെച്ചാൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈബറും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനത്തിന് സഹായിക്കാനും കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കുന്നത് പ്രകാരം ഇടയ്ക്കിടെ ഉണ്ടാവുന്ന വിശപ്പ് കുറക്കാനും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു എനർജി ബൂസ്റ്ററും കൂടെയാണ് കേട്ടോ ഈ കടല. പിന്നെ ഇതിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും ഇത് വളരെ ഹെൽപ്പാണ്. അപ്പൊ നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പോഷക മൂല്യമുള്ള ധാന്യമാണ് ഈ കടല എന്ന് പറയുന്നത്. ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിട്ടോ. തലേ ദിവസം ഈ കടല വെള്ളത്തിലിട്ട് വെക്കുന്ന ഒരു പണിയേ ഉള്ളൂ. അതുപോലെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന വൈകുന്നേര സമയങ്ങളിൽ അവർക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കടലക്കറി കഴിക്കാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിച്ചോളും. കുട്ടികൾക്കൊക്കെ തന്നെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.